അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ വന്നിരിക്കുന്നത് ഒരു ചില്ലിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അത് ചിക്കനോ ബീഫോ ഒന്നും അല്ല, നമ്മളുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഉള്ള ഇടിച്ചക്ക വെച്ചിട്ടുള്ള ചില്ലിയാണ്. ടേസ്റ്റി ആയിട്ടുള്ള ചില്ലിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ചില്ലി ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചക്കനെ ഒന്ന് നുറുക്കിയെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ ചക്ക ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചക്ക ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള മസാലകൾ തയ്യാറാക്കാം. എന്നിട്ടൊരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ചീരകവും 1/2 ടീസ്പൂണോളം കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായി പേസ്റ്റായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഇനി ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണോളം ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 2 ചിക്കൻ ക്യൂബാണ്. ഇത് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുക. ഒരു പിഞ്ച് കളറും ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ചിക്കൻ ക്യൂബ് ഇട്ടതാണ്, അതിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇതെല്ലാം ഒന്ന് കൈവച്ചൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകവും അതും ചേർത്ത് കൊടുക്കുക. രണ്ട് ടീസ്പൂണോളം വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടിയും കൈവച്ച് നന്നായി യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ ചക്ക ഉണ്ടല്ലോ, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി കൈവച്ച് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചില്ലിക്കുള്ള ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ചൂടായ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഒരു വശമൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വേണം തീ വെക്കാനായിട്ട്. എന്നിട്ട് ഇതാ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിതിൽ മാഗി ക്യൂബൊക്കെ ചേർത്ത് കാരണം കൊണ്ട് ഇതിന് ചിക്കൻ ചില്ലിയുടെ അതേ മണമാണ് വരുന്നത് കേട്ടോ. അത് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആയിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ അതാ ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ ചക്ക ചില്ലിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇങ്ങനെ നമുക്ക് ഒരു ട്രിപ്പ് കൂടി ചെയ്തെടുക്കാനുള്ള വേണ്ടിയിട്ട് ഇതിവിടെ ആയിട്ടുണ്ട്. നമുക്ക് നേരത്തെ പോലെ തന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പം നമ്മുടെ ചക്കച്ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ? അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണാം.